കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോലനായ്ക്കർ വിഭാഗത്തിലെ മണിയുടെ കുടുംബം മലയിറങ്ങി. വനംവകുപ്പ് നൽകിയ നെടുങ്കയത്തെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലാണ് ഇനി താമസം. വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ ജോലിയിലേക്ക് മണിയുടെ ഭാര്യ മാതി പ്രവേശിക്കുകയും ചെയ്തു. കാടിനോടും കാട്ടാറിനോടും വിട പറഞ്ഞ് മണിയുടെ കുടുംബം മലയിറങ്ങി. കരുളായി ഉൾവനത്തിലെ പൂച്ചപ്പാറ നഗറിൽ നിന്ന് ഇനി താമസം നെടുങ്കയത്തെ വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലാണ്. മണിയുടെ ഭാര്യ മാതി, 5 മക്കൾ, സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ കുടുംബം എന്നിവരാണ് കാടുവിട്ടിറങ്ങിയത്. കാട്ടാനാക്രമണത്തിൽ മണി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ ജോലിയിലേക്ക് മണിയുടെ ഭാര്യ മാതി പ്രവേശിച്ചു. വരാൻ കാരണം അവിടെ ആന ശല്യം. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി. എനിക്ക് വീടും സ്ഥലമൊക്കെ വേണം. ഭിന്നശേഷിക്കാരിയായ മകൾ മീനാക്ഷിക്ക് ചികിത്സ ഉറപ്പാക്കും. ക്വാർട്ടേഴ്സിൽ കുട്ടിക്ക് പഠന സൗകര്യവും ഒരുക്കുമെന്ന് DFO ധനിക് ലാൽ പറഞ്ഞു. മണിയുടെ മകൾക്ക്, മൂത്ത മകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും അതിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും DMമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. ITDPയും സന്നദ്ധ സംഘടനകളും സഹായം വാഗ്ദാനം ചെയ്യുന്നു. മണിയുടെ മക്കളുടെ പഠനവും മുന്നോട്ടു പോകും. പൂച്ചപ്പാറ നഗറിൽ നിന്ന് കൂടെയുള്ളവർ വേദനയോടെയാണ് കുടുംബത്തെ യാത്രയാക്കിയത്. ജനുവരി 5-നാണ് കുട്ടികളെ ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു ഉൾവനത്തിലേക്ക് പോകും വഴി മണിയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച സഹായധനത്തിന്റെ ആദ്യ ഗഡു കൈമാറിയിരുന്നു. 24 മലപ്പുറം. ഓക്കെ.